السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ജ്യേഷ്ഠ സഹോദരൻ അബ്ദുള്ള സാഹിബ് അവർകളെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഷൗക്കത്ത് അലി സ്വലാഹി അവർകളെ, ആശംസ നേർന്ന് മുളച്ചുകെട്ടില്ലാതെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയ എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ അബ്ദുറഹ്മാൻ, ഈ മൈതാനത്ത് സമ്മേളിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഒരു മഹാസംരംഭത്തിൻ്റെ ജാജ്വല്യമാനമായ ചിന്താബന്ധുരമായ ഒരു മഹാപ്രബോധന കൂട്ടായ്മയുടെ ജില്ലകളെ, മണ്ഡലങ്ങളെ, യൂണിറ്റുകളെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നടക്കപ്പെടുന്ന ആധ്യാത്മിക ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം മണ്ഡലം ദഅവാ സമ്മേളനത്തിൻ്റെ ആ മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ നടക്കുന്ന പ്രബോധന സംരംഭങ്ങളുടെ ഭാഗമായി, എന്ത് പേര് കൊടുത്താലും ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളതും ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനുഷ്യർ അറിയാതെ പോയതുമായ ചില കാര്യങ്ങളെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്
ഒന്നാമതായി ഇതിൻ്റെ ഉദ്ദേശം അറിവില്ലായ്മയും അറിവും തമ്മിലുള്ള, ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള സംഘട്ടനമായിരുന്നു എക്കാലഘട്ടത്തിലും ലോകത്തുണ്ടായിട്ടുള്ളത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ എന്ന പൂന്താനത്തിന്റെ വരികൾ കേരളത്തിലെ ജനങ്ങൾക്ക് സ്പഷ്ടമാണ്. എന്താണ് വിദ്യ കൊണ്ട് അറിയേണ്ടത്? വേദം എന്ന പദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. വേദം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദൈവം എന്ന് നമ്മൾ സാധാരണയായി മലയാളം എന്ന് നമ്മൾ വിചാരിച്ചു പറയുന്ന പദത്തിന്റെ ഉത്ഭവം. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനം തുടങ്ങുന്നത് അല്ലാഹു നൂറുസ്സമാവാതി വല്ലർ, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അപ്പൊ ഇവിടെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെയും തെളിച്ചമായി, വെളിച്ചമായി, ചിന്തയായി, സൗഹൃദമായി മനുഷ്യരുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവപ്രോക്ത മെസ്സേജുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ലോകത്തെ ഏത് കാലഘട്ടത്തിലും ഉണ്ടായത്. സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ 8 വോള്യങ്ങളാണ്, 7 വോള്യമായിരുന്നു അത്, പിന്നെ 8 വോള്യങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. എന്താണ് വേദം എന്ന് ചർച്ച ചെയ്യുന്നു. ഉപനിഷത്തുക്കൾ എന്താണ്, അതുപോലെ ചതുർവേദങ്ങൾ എന്താണ്, ശ്രുതികൾ എന്താണ്, സ്മൃതികൾ എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നു. മതപരമായ ഏതൊരു ചർച്ചയും മനുഷ്യരുടെ മാനസിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അടിസ്ഥാനപരമായി. അനന്തപരകോടി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ മംഗളയാൻ ചൊവ്വയുടെ ഭ്രമണമണ്ഡലത്തിൽ പ്രവേശിച്ചതിൻ്റെ ആഹ്ലാദജനകമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയാം, ചൊവ്വാദോഷം എന്ന് പറയുന്ന, ശനിദശ എന്ന് പറയുന്ന, ശകുനപ്പിഴ എന്ന് പറയുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നാം വസിക്കുന്ന ഈ ഭൂമി ഒരു ഗോളമാണ്. പൂർണ്ണമായ വൃത്താകൃതിയല്ല ഭൂമിക്ക് എന്നെല്ലാവർക്കും അറിയാം. ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ സാങ്കല്പികമായ 23 ഡിഗ്രിയിൽ ചരിഞ്ഞിരിക്കുന്ന അതിൻ്റെ ഭൂമിയുടെ ചരിവ്, ഹേമന്തങ്ങളും ഗ്രീഷ്മങ്ങളും വസന്തങ്ങളും കാലാവസ്ഥകളും ഒക്കെ മാറി മാറി വരുന്നത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിച്ചുകൊണ്ടേ പോകുന്നു. സെക്കൻഡിൽ 22 കിലോമീറ്റർ വേഗതയിലാണ് മംഗളയാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ചൊവ്വയുടെ ഭ്രമണ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വരെ. ആ മണ്ഡലത്തിലേക്കുള്ള പ്രവേശനത്തിന് സെക്കൻഡിൽ 1 കിലോമീറ്റർ വേഗതയാക്കി ചുരുക്കി അത്യധ്വാനത്തിന്റെ ഫലമായി ഇവിടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് അതിൽ തന്നെ 450 കോടി രൂപ മുടക്കി ഏറ്റവും ചുരുങ്ങിയ പദ്ധതിയായി ലോകരാജ്യങ്ങളുടെ നെറുകയിൽ 4-ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ അഭിമാന സ്തംഭമായി മാറി. മനുഷ്യർക്ക് ചിന്തിക്കാനും പഠിക്കാനും ജന്തുലോകത്ത് ഈ ചർച്ചകളൊന്നുമില്ല, ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നു. ഇതിനാ പഠിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് ഗ്രഹബന്ധിതമായ ജന്തുക്കളുണ്ട്. നമ്മൾ വളർത്തുന്ന നമ്മുടെ ജീവവർഗങ്ങൾ, അവയൊന്നും സ്കൂൾ പഠിച്ചതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അവയൊന്നും യൂണിഫോം ധരിച്ചതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അവരാരും അവരുടെ സ്കൂളിന്റെ വരാന്തകളിൽ അസംബ്ലിക്ക് നിന്നതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർ മാത്സ് എഴുതി വിജയിച്ച് റാങ്ക് നേടിയ ഒരു പിക്ചർ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവരിൽ സാംസ്കാരിക നായകന്മാരുള്ളതായി
നമ്മൾ അറിഞ്ഞിട്ടില്ല. അവരിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുള്ളതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. ഭൂമിയിലെ ഒരു ജീവവർഗവും, ഒരാനയും, ഒരു പശുവും, ഒരു പോത്തും ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു മംഗളയാനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാബുദ്ധിജീവി എന്തുകൊണ്ട് മനുഷ്യൻ മതത്തെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, ദർശനങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് വേദങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളതും മനുഷ്യരറിയാതെ പോയതും എന്താണ് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മാനവ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഐക്യത്തെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും മുൻനിർത്തിക്കൊണ്ടാണ്. നമ്മുടെ ലക്ഷ്യം മനുഷ്യരെ ഒന്നാക്കുക എന്ന്. വിശുദ്ധ ഖുർആൻ, ഒടുവിലത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സന്നദ്ധതുണ്ടോ? അതിന്റെ മലയാള പരിഭാഷ ഒരാവർത്തി വായിച്ചിട്ട് ആർക്കും വായിക്കാം. മതി. ലോകത്തിലെ ഏത് നിരീശ്വരവാദിക്കും അത് വായിക്കാം, ഏത് യുക്തിവാദിക്കും അത് വായിക്കാം. ഖുർആൻ വായിച്ചിട്ട് അതിനെ വിമർശിക്കാം. ഞങ്ങളുടെ ഖുർആനിനെ പറ്റി നിങ്ങൾ ഒന്നും പറയരുത് എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ ഖുർആനിനെ ആവോളം നിങ്ങൾ വിമർശിച്ചോളൂ, അപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളെ അതിന്റെ ശരിതെറ്റുകൾ പഠിപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഗ്രന്ഥമേതാ? വിശുദ്ധ ഖുർആനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട പ്രവാചകനാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശക്തമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ട ഒരു മതമെന്ന നിലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള മതം ഇസ്ലാമാണ്. ഞങ്ങൾ പറയുന്നു നിങ്ങൾ വിമർശിക്കണം. ഞങ്ങൾ അതിശക്തമായി പറയുന്നു ഖുർആൻ വായിച്ചോളൂ. ന്യൂനതകൾ ഉണ്ടെങ്കിൽ പബ്ലിക്കിൽ പരസ്യമായി പറഞ്ഞോളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ പ്രവാചകനെ ഇതര നേതാക്കന്മാരുമായി താരതമ്യം ചെയ്ത് ആധികാരിക ചരിത്ര പിൻബലത്തിന്റെ ബലത്തിൽ നിങ്ങൾ വിമർശിച്ചോളൂ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഖുർആനിലെ ഇന്ന വാചകം മാനവികതക്കെതിരാകുന്നു എന്ന് നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. വിശുദ്ധ പ്രവാചകന്റെ ഒരു തീരുമാനം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഒട്ടും അനുയോജ്യമല്ല എന്ന് ന്യായയുക്തം നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നു? ഞങ്ങൾക്കറിയാം അതിൽ നിന്നത് പറയാൻ സാധ്യമല്ല എന്ന്. ഖുർആനിന്റെ 114 അധ്യായങ്ങളിലൂടെ കണ്ണോടിച്ചിട്ട് മനുഷ്യർക്ക് നിരക്കാത്ത, മാനവികതക്ക് നിരക്കാത്ത ഒരു വാചകം, ഒരര വാചകം അതിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ തേനീച്ച എന്ന് പറയുന്ന അധ്യായമുണ്ട്. തേനീച്ച 16-ാം അധ്യായം. വിശുദ്ധ ഖുർആനിൽ എട്ടുകാലി എന്ന് പറയുന്ന അധ്യായമുണ്ട്. ഒരധ്യായത്തിന്റെ, മാനവികത പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരധ്യായത്തിന്റെ പേര് അങ്കബൂത്ത്, സൂറത്ത് അങ്കബൂത്ത്. എട്ടുകാലി 29-ാം അധ്യായം. പശുവിനോട് മുസ്ലിങ്ങൾക്ക് ഒരു വെറുപ്പില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതൽ വചനമുള്ള അധ്യായം ഏതാ? ഏറ്റവും കൂടുതൽ പുണ്യമുള്ള അധ്യായം ഏതാ? ഒരു സമൂഹത്തിന് ലീഡറാകാനുള്ള യോഗ്യത ബക്കറ അറിയുക എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സൂറത്ത് ബക്കറ. എന്താ ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. പശു എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം വിശുദ്ധ ഖുർആനിൽ. അൻആം, നാക്കാലികൾ എന്ന് പറയുന്ന അധ്യായം ഖുർആനിൽ. സാമൂഹിക ജീവിതത്തിന്റെ പുതിയ ലോകവും വെട്ടിത്തുറന്ന് കാണിച്ച നംല്, തേനീച്ച, നമ്മുടെ ഉറുമ്പുകൾ ഖുർആനിലെ 27-ാം അധ്യായം. പ്രവാചകന്മാരുടെ പേരുണ്ട് ഖുർആനിൽ. അഹ്സാബ്, സഖ്യകക്ഷികൾ, വിവിധ പേരുകൾ ഖുർആനിൽ, വിവിധ അധ്യായങ്ങൾ. ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്താണ്? മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അത് സംസാരിക്കുന്നത്. മനുഷ്യരെ എന്ന് വിളിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് അംഗീകരിച്ച ടീമിനെ ഒന്നുകൂടെ പ്രത്യേകമാക്കി അല്ലയോ വിശ്വസിച്ചവരേ എന്നും ഖുർആൻ വിളിച്ചു. എവിടെ അതിൽ തെറ്റ്? മനുഷ്യരെ എന്ന് വിളിച്ചു. ഒരു ഉദാഹരണം പറയാം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലു,
മിമ്മാ ഫിൽ അർളി ഹലാലൻ തുയ്യിബ. മനുഷ്യരെ, ഈ ഭൂമിയിലെ വിശിഷ്ടമായ അനുവദനീയമായ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. ഖുർആനിലുള്ള ഒരു വാചകമാണ്. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ 714 കോടി മനുഷ്യരും 121 കോടി ഇന്ത്യയിലെ ജനങ്ങളും എല്ലാവരും ഉൾപ്പെടെ മനുഷ്യരെ, ഭൂമിയിലെ വിശിഷ്ടമായത്, വൃത്തിയുള്ളത്, ആരോഗ്യദായകമായത്, അന്യൻ്റെതല്ലാത്ത സ്വന്തം അവകാശപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ എന്ന് ഖുർആൻ മനുഷ്യരെ വിളിച്ചു പറയും. ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം. മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ അതിന്റെ തൊട്ടപ്പുറത്ത് 172-ൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ് ഭക്ഷണകാര്യം പിന്നെ പറയുന്നത്. ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന്റെ നിയമം അംഗീകരിച്ചവരോട് പിന്നെ പറയുന്നത് എന്താണ്? ഇന്നെന്ന ഭക്ഷണേ പറ്റുള്ളൂ, ഇന്നതത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചവരോട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈ പരാമർശങ്ങളെ വിശ്വസിച്ചവരെ, നിങ്ങൾ ഇന്നെന്നത് ചെയ്യൂ, ഇന്നെന്നത് ചെയ്യരുത്. ഖുർആനിൽ ഏതെങ്കിലും ഒരു ഗോത്ര സമൂഹത്തെ അവരെ പ്രത്യേകമായി എടുത്ത് ഗോത്രപരമായ മഹിമ പറഞ്ഞ് അങ്ങനെ വർഗീയമായി ചിന്തിച്ച ഒരു ചിന്ത വിശുദ്ധ ഖുർആന്റെ ഭൂമികയിൽ ഇല്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്? വായിക്കണ്ടെന്നല്ല, വായിച്ചോളൂ ധൈര്യമായി, വായിക്കണം നിങ്ങൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ പറയൂ ഞങ്ങളോട്, ഇതാ വിശുദ്ധ ഖുർആനിലെ ഇന്ന അധ്യായത്തിലെ ഇന്ന വാചകം, അതിന് ഇന്നെന്ന തകരാറുകളുണ്ട്, ഇന്നെന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നെന്ന മാനവിക വിരുദ്ധ സമീപനങ്ങളുണ്ട്, ഇന്ന നീതി വിരുദ്ധ സമീപനങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളൊരു ചാൻസ് തരൂ. ഇന്ത്യയിലും ലോകത്തുമുള്ള വേദഗ്രന്ഥങ്ങളിലെ ശരിതെറ്റുകൾ വിലയിരുത്താൻ. എന്നിട്ടൊരു മോഡറേറ്ററെ നിയമിക്കൂ. ഒരു നീതിബോധമുള്ള മോഡറേറ്ററെ നിയമിച്ച് ശരിതെറ്റുകൾ വിലയിരുത്തൂ. ഓരോ കാര്യം, ഏത് വിഷയവും, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതേത് കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ, സ്ത്രീ. എന്താണ് സ്ത്രീ? സ്ത്രീകളെ കുറിച്ച് ലോകത്ത് അനുകൂല പ്രതികൂലമായ ചർച്ചകൾ നടക്കുന്നു. സ്ത്രീക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമാവാം, എത്രത്തോളം ആയിക്കൂടാ, സ്ത്രീയുടെ സാക്ഷ്യം, സ്വത്തവകാശം തുടങ്ങി ഏതേത് വിഷയങ്ങളും എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചോദിച്ചു പഠിച്ച് ആശയപരമായി ഏറ്റവും ബെറ്റർ ഏതോ അത് സ്വീകരിക്കാൻ. നമ്മളിപ്പോ സാധാരണഗതിയിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കാത്തൊരു വശവും കൂടെ ഞാനിപ്പോ പറയാം. നല്ല ആരോഗ്യമുള്ള ഒരാൾ, അയാളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി, അയാൾക്ക് പ്രഷറില്ല, ഷുഗറില്ല, അല്ലെങ്കിൽ അയാൾക്ക് പ്രമേയമില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു വിധപ്പെട്ട പ്രശ്നങ്ങളും അയാൾക്കില്ല. എല്ലാം ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയാൻ ആവശ്യമായ എല്ലാം അയാൾക്കുണ്ട്. നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ് അയാൾ. അങ്ങനെ ആരോഗ്യമുള്ള ഒരാള് പല രോഗങ്ങളുമുള്ള ആരോഗ്യമില്ലാത്ത, ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ. അയാൾ രോഗിയാണെന്ന് പറഞ്ഞാൽ, അല്ലെ ആരോഗ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് രോഗമുണ്ട് എന്നാണ് അതിനർത്ഥം. രോഗാതുരമാണ് അയാളുടെ ശരീരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നല്ല ആരോഗ്യമുള്ള തെളിയിക്കപ്പെട്ട ഒരാള് എന്നേക്കാൾ ആരോഗ്യം കുറവാണ് നിനക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്. അതൊരു വലിയ സത്യമാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ളവനാണ്, നീ അത്ര തന്നെ ആരോഗ്യമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അത് വർഗീയതയല്ല, വിഭാഗീയതയല്ല, താഴ്ത്തിക്കെട്ടലല്ല. പിന്നെ എന്താ പ്രശ്നം? ആരോഗ്യമുള്ള ഞാൻ മാത്രമേ ഇവിടെ നിലക്കാൻ പാടുള്ളൂ, ആരോഗ്യമില്ലാത്ത എൻ്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എന്നൊരുത്തം പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ മതാണ് ശരി, ഇത് അത്ര തന്നെ ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ ആ പറച്ചിൽ ന്യായാണോ നോക്കിയാൽ മതി. എന്നിട്ട് അയാൾ പറയാണ് അതുകൊണ്ട് ഞാൻ തന്നെ നിലക്കാൻ പാടുള്ളൂ, നിങ്ങൾ ആരും നിലക്കാൻ പാടില്ല. അതാണ് വർഗീയത. ഞാൻ പല സന്ദർഭങ്ങളിൽ ആലോചിച്ചൊരു പോയിന്റ് നിങ്ങളോട് പറയണം. എന്റെ മതമാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നത്. ഞാൻ വിശ്വസിച്ച മതം ശരിയാണ്, അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് എനിക്ക് വിശ്വസിക്കാൻ അതിനൊരു കുഴപ്പമില്ല. ഇവിടെ അതിനൊരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ, അതിനല്ല കുഴപ്പം. പിന്നെ എന്തിനാ കുഴപ്പം? ഞാനല്ലാത്ത, എൻ്റെ മതമല്ലാത്ത, എൻ്റെ ആദർശമല്ലാത്ത ബാക്കിയുള്ളവരൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല, ഓലെ വെച്ചേക്കാൻ പാടില്ല, ഓർക്കൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ അപകടകാരിയാണ്.
ഒരു സ്വാമിജി എടുത്തോളൂ, അയാൾ പറയുന്ന കാര്യമാണ് സത്യം എന്ന് അയാൾ വിശ്വസിക്കുന്നു. അതിനെന്തായൊക്കെ തെറ്റി? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഇതൊന്നും ശരിയല്ല, അതൊക്കെ റോങ് ആണെന്ന് വിചാരിച്ചിട്ടാണോ അതിന്റെ കൂടെ നിൽക്കേണ്ടത്? അതാണോ ബുദ്ധി? അതാണോ ശരി? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മഹചരിതമാലയൊക്കെ പരിശോധിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാവട്ടെ, പ്രസംഗങ്ങളാവട്ടെ, ജീവിതമാകട്ടെ ഇവിടെ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു മതം ശരിയല്ല എന്ന് അയാൾക്ക് തോന്നുകയാണ്. അയാൾ ജീവിച്ചു 10-20 കൊല്ലം അല്ലെ 10-30 കൊല്ലം, പല വിശ്വാസങ്ങളും എന്റേത് ശരിയല്ല, എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥപ്രകാരം തന്നെ എന്ന് അയാൾക്ക് ബോധ്യപ്പെടും. കുറെ കൂടെ ശരിയായത് മറ്റൊരു മതമാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ അത് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. എങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ വയ്യ, അയാളെ ആക്രമിക്കാൻ വയ്യ, അയാൾ ആ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ വയ്യ. കാരണം നിങ്ങൾ എന്നെ ആലോചിച്ചു, ഒരാൾ ആടിറച്ചി കഴിക്കുന്നു, അത് കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കും, ചിക്കൻ അത്ര തന്നെ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഈ ആട്ടിറച്ചിയെ കഴിഞ്ഞ് 20 കൊല്ലം അത് തീറ്റിക്കട, അങ്ങനെ മരിപ്പിക്കന്നെ എന്നൊരുത്തം പറഞ്ഞാൽ ഓനെ മാനവികവാദിയോ സൗഹൃദവാദിയോ ഒന്നല്ല, ഓനാണ് ഭീകരവാദി. ഓനെ ശരിക്കുള്ള ഭീകരവാദി. ഒരാളൊരു ഡ്രസ്സ് ധരിക്കണം, ഒരു ഇറുങ്ങിയ പാൻറ് ധരിച്ച ഒരു പയ്യൻ, ഓന് മനസ്സിലായി ഇത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല, ഒന്ന് പെട്ടെന്ന് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നി, അത് കഴിച്ചെറിയാൻ പറ്റൂല എന്ന് ഓന് തോന്നി. ഓനൊരല്പം ലൂസുള്ള ഇടണമെന്ന് വിചാരിച്ച ഇതുവരെ ടൈറ്റായിട്ട് എന്നെ ബുഡ്രിലടാ ഞങ്ങള് എന്നൊരു ടീം പറയാൻ പാടില്ല. ജീവിതത്തിൽ ഏത് കാര്യം, ഒരാൾക്ക് ഡോക്ടറാകണം, അയാൾ MBBS ചേർന്നു, അത് ആ കോഴ്സ് എടുത്തു, പിന്നെ അയാൾക്ക് തോന്നി ഇതല്ല, കുറെ കൂടെ ബെറ്ററായ മറ്റൊന്ന് തിരഞ്ഞെടുക്കണം തോന്നി, അയാൾക്ക് തിരഞ്ഞെടുക്കാം. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിൽ ഇതെല്ലാം ഇഷ്ടമുള്ള വിദ്യാഭ്യാസം. ഒരാൾക്കൊന്ന് തോന്നി, കുറച്ചു കാലം കഴിഞ്ഞാൽ വേറൊന്ന് അയാൾക്ക് ചെയ്യാം, അടുത്തെടുക്കാൻ പാടില്ല. പൊനത്തുൽ കുഞ്ഞബ്ദുള്ള അയാള് ഇസ്ലാം വിട്ടു, ഹിന്ദു മതം സ്വീകരിച്ചു. അയാൾക്ക് അതാണ് ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവാം. അയാളെക്കുള്ള വാളുമായിട്ട് കേരളത്തിൽ ഒരു സംഘടനയും ചെന്നില്ലല്ലോ. ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരാളും പൊനത്തുൽ കുഞ്ഞബ്ദുള്ളക്ക് നേരെ ചെന്നില്ലല്ലോ. കമലാ സുറയ്യ ഇസ്ലാം സ്വീകരിച്ചു. ആരെങ്കിലും വാളുമായിട്ട് ചെന്നവിടെ? ത്വാത്വികമായ വിമർശനങ്ങൾ ഉണ്ടാവാം, നല്ലതാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ ഏത് കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അത് നിലനിന്നില്ലെങ്കിൽ മനുഷ്യൻ എന്തിനു പറ്റും? എല്ലാരും ചെയ്യുന്ന തെറ്റും മിണ്ടാൻ പാടില്ല. മദ്യപാനം ഒരു മഹാദുരന്തമാണ്. നിങ്ങൾ മുസ്ലിങ്ങളെ മദ്യപാനം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല കൂട്ടരെ. ഒരു തെറ്റാൻ തോന്നിയ ആർക്കും എതിർക്കാം. നമ്മുടെ ഓഫീസിൽ തൊട്ടടിച്ചിരിക്കുന്നു ഭാസ്കരന്റെ തൊട്ടുപ്പുറത്ത് ബഷീർ ഇരിക്കുന്നു. ബഷീർ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ മിണ്ടാൻ പാടില്ല, ഞാൻ എന്റെ കൂട്ടത്തിലെ ഉണ്ണികൃഷ്ണൻ ചെയ്താലേ എതിർക്കുള്ളൂ, നിനക്ക് എന്തു ആവാ, അത് നിന്റെ ആൾക്കാർ പറഞ്ഞോട്ടെ എന്ന് പറയുന്നത് ഒരു തരം രോഗമാണ്. അതിനൊരു തരം രോഗം എന്നാണ് പറയാ. മനുഷ്യനെ സ്നേഹിക്കുന്നവനെന്ന് കഴിയോ? ഞാനിപ്പോ ഒരു പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റാന്ന് വിചാരിക്കുക, ഞാനൊരു മുസ്ലിമാണ്, മതത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുമാണെന്ന് വിചാരിക്കുക. ഞാൻ മുസ്ലിമീങ്ങളെ മാത്രമേ നോക്കുള്ളൂ, ഓല ഹൃദയത്തിന്റെ കംപ്ലൈന്റ് മാത്രമേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയല്ലേ? ഞാൻ ആരാണെങ്കിലും മനുഷ്യനാണോ, ഹൃദയ സംബന്ധമായ രോഗമുണ്ടോ, ഞാൻ അവനെ നോക്കും, അതെന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലേ മാനവികം? അതല്ലേ ശരി? ഞാൻ പറയുന്നു, ഇവിടുത്തെ ഏത് ഹൈന്ദവ സംഘടനയിൽപ്പെട്ടവർക്കും ഇസ്ലാമിനെ ത്വാത്വികമായി വിമർശിക്കാം. മുഹമ്മദ് നബി 9 വിവാഹം കഴിച്ചു, അത് ശരിയല്ല ഇന്നെന്ന കാരണത്താൽ മാന്യമായി പറയാം. അല്ലെങ്കിൽ ഇന്ന വേദഗ്രന്ഥത്തിൽ ഇന്ന കുഴപ്പമുണ്ട്, മാന്യമായി പറയാം. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ്. ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുന്നത്. ഗീതയിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത ഏറ്റവും അമൂല്യമാണ് എന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി വിശ്വസിക്കുന്നു. ജപ്പാനിലെ ഭരണാധികാരിക്ക് അദ്ദേഹം ഗീത കൈമാറുന്നു. ഭഗവത്ഗീതയിലെ പല പരാമർശങ്ങളും വിമർശിച്ച ഹൈന്ദവ പണ്ഡിതന്മാർ ഈ മണ്ണിലുണ്ട്. ഞാൻ പറയുന്നത് ഗീത പവിത്രമാണ്, അതിനേക്കാൾ മൂല്യമുള്ള ഒന്നും എനിക്ക് കൊടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിന് കൊടുക്കാം. ഖുർആനിനേക്കാൾ മൂല്യമുള്ളൊന്നില്ലെന്ന് എനിക്ക് പറയാം, ഞാനത് കൊടുക്കുന്ന ആളുകളാണ്, ശരിയാണ് അയാൾ ആ പറഞ്ഞത്. ഖുർആനിനേക്കാൾ മൂല്യമായ ഒന്നില്ല, അതല്ലേ ഇതിന്റെ ശരിയായ രൂപം. ഞാൻ എൻ്റെ സുഹൃത്തിനോട്, എടാ നീ പൊറാട്ട ഇങ്ങനെ കഴിക്കല്ലേ, ഈ പൊറാട്ട പശയാണ്,
വയറ്റിലെത്തിയാൽ അത് നിനക്ക് മനസ്സിലാകണം, 2 പൊറാട്ട ഒരു പിന്നെ തറയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് നോക്കിയാൽ അത് പശയൻ, പിന്നെ നിനക്ക് പോസ്റ്റർ ഒട്ടിക്കാതുകൊണ്ട് അതുകൊണ്ട് ആ പൊറാട്ട കഴിക്കല്ലേ എന്ന് എനിക്ക് പറയാം അവനോട്. ഞാൻ സ്നേഹമുണ്ടെങ്കിൽ ഇത് ബിജു ആണ്, ഹിന്ദു ആണ്, ഓമ്പോ എന്തോ ആയി തൊലഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ നാക്കാലിയാവും, മനുഷ്യനാവൂല. ഞാൻ മനുഷ്യനാകും എപ്പോഴാണ് എൻ്റെ അന്യ അയൽവാസിയായ അടുത്ത സ്ഥലത്ത് എൻ്റെ ബാബുവേട്ടനുണ്ട്, സുരേന്ദ്രനുണ്ട്, സുരേഷ് ഉണ്ട്, രവി ഉണ്ട്. അവർക്കൊരാപത്ത് വരുമ്പോ രവിയേട്ടാ വേണ്ട, നമുക്ക് അത് അപകടമാണ് എന്ന് പറയലാണ് മനുഷ്യത്വം. അത് പറയാതിരിക്കലല്ല മനുഷ്യത്വം. അതുകൊണ്ട് നമ്മൾ അറിവുള്ളവരാവുക. മഹാഭാരത യുദ്ധ ചരിത്ര പശ്ചാത്തലവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട് ചിത്രകൂടത്തിൽ. ആ വാചകം ഇതാണ്: സംസാരകാരിണി ആയതവിദ്യയും സംസാരനാശിനി ആയതവിദ്യയും. അവിവേകം നീ സംസാരിച്ചത് അറിവില്ലായ്മ കൊണ്ടാണ്. അച്ഛനെ കൊല്ലുന്നു പറഞ്ഞില്ലേ? ദശരഥ മഹാരാജാവിനെ കൊല്ലുന്നു പറഞ്ഞ ആരാ? ലക്ഷ്മണനാണ്, മകനാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല, അന്യമതക്കാർ വന്നിട്ടല്ല, അല്ല. പക്ഷേ ശ്രീരാമൻ പറഞ്ഞു, മോനെ അനുജ, ഞാൻ പറഞ്ഞ വിവരക്കേടാണ്, ചെയ്യരുത്. കണ്ടോ, സ്വന്തം അനുജൻ വിവരക്കേട് പറഞ്ഞപ്പോ അത് വിവരക്കേടാകുന്നു എന്ന് പറയാ. അതാ അധാർമികതയും അതാണ് പ്രാർത്ഥനയും. നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ നമ്മളല്ലേ ജയിക്കുക? അതാണ് വർഗീയത. അവിടെയാണ് പറഞ്ഞത്, മോനെ യഥോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം. എവിടെയാണോ ധർമ്മം അവിടെ വിജയം. ജൂതന്റെ ഭാഗത്ത് ശരി, പ്രവാചകന്റെ അനുയായി മുസ്ലിമിന്റെ ഭാഗത്ത് തെറ്റ്. പ്രവാചകൻ ജൂതൻ അനുകൂലമായി വിധിക്കുന്നു, അതല്ലേ ശരി. പ്രവാചകൻ പറയുന്നു, എന്റെ മകൾ എനിക്ക് പ്രിയങ്കരിയാണ്, എന്റെ ജീവന്റെ ജീവനാണ്, ഫാത്തിമയെ കാണാത്ത ഒരു രാവും പകലും എനിക്ക് കഴിച്ചൂട്ടാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകൻ പറഞ്ഞ എന്താ? എന്റെ കരളിന്റെ കഷ്ടം, എന്റെ ഹൃദയത്തിന്റെ എല്ലാം. ആർ ഫാത്തിമയെ വേദനിപ്പിക്കുന്നുവോ അവരെന്നെ വേദനിപ്പിച്ചു, ആർ ഫാത്തിമയെ ഉപദ്രവിച്ചുവോ അവരെന്നെ ഉപദ്രവിച്ചു, ആർ ഫാത്തിമയെ സന്തോഷിപ്പിച്ചുവോ അവരെന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഫാത്തിമയെ കുറിച്ച് പ്രവാചകന്റെ വാക്കെന്താ? എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കൈമുറിക്കാൻ ഞാൻ ഒരിക്കലും മടിച്ചു നിൽക്കുകയില്ല, ഞാൻ അവളുടെ കരം ഛേദിക്കുക തന്നെ ചെയ്യും. അതാണ് നീതി. ഈ നീതിയുടെ ഒരാശയം ജനങ്ങളെ അറിയിക്കുക. ഞാനിനി ചുരുക്കി പറയാം. ആ നീതിയുടെ ആശയം ജനങ്ങളോട് അതുണ്ട് കേട്ടോ ബാലാ, ഇതുണ്ട് മോനെ എന്ന് പറയാം. നിർബന്ധമില്ല, ഒരിക്കലുമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു വലിയ മഹത്വം നിങ്ങൾ അംഗീകരിക്കുന്ന വേണം. അതെന്താ? ഒരു ക്രിസ്ത്യാനി, ഞാൻ ഉദാഹരണം പറയാം, ഒരു ക്രിസ്ത്യാനി മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കോ? മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കോ ഒരു ക്രിസ്ത്യാനി? ഒരു ജൂതൻ പ്രാർത്ഥിക്കോ? മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ ഇസ്രായേലുകാരൻ പ്രാർത്ഥിക്കോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി? ഇല്ല. എന്നാ ഒരു കാര്യം കേട്ടോളി, അപാരമായ പോയിന്റാ പറയുന്നത്, ബുദ്ധിയും കഥയുള്ളവർക്ക്. അതായത് ഗാസയിൽ, ഫലസ്തീനിൽ, അതുപോലെ ഇറാഖിൽ, ചെച്നിയയിൽ, കോസറോവയിൽ, ലബനാനിൽ, പാകിസ്ഥാനിൽ ഒക്കെ പല തീവ്രവാദത്തിനും നേതൃത്വം നൽകുന്ന ജൂതന്മാരുണ്ട്. ഇസ്രയേൽ പല കാലത്തും ഇടപെട്ടിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേൽ അഥവാ ജൂതന്മാർ ബോംബിടുമ്പോ ആ ബോംബേറ്റ് മരിക്കുന്ന ഒരു മുസ്ലിം മൂസാ നബീനെ ചീത്ത പറയില്ല, മൂസാ നബിയെ മോശമായി മനസ്സിൽ വിചാരിക്കുക പോലുമില്ല. മൂസാ നബിയുടെ അനുയായി സമൂഹത്തെയാണ് ജൂതന്മാർ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി, അമേരിക്കയിലെ ഒരു കമാൻഡർ മുസ്ലിം രാജ്യത്ത് ബോംബ് കൊണ്ടുപോയി തുപ്പുമ്പോ അയാൾ ക്രിസ്ത്യാനിയാണെന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശമായ ഒരു ചിന്ത ഒരു മുസ്ലിമിന് വന്നാൽ അയാൾ മുസ്ലിം അല്ല. ലോകത്തൊരു സമൂഹത്തിന് ഇത് പറയാൻ കഴിയില്ല. ലോകത്തൊരു സമൂഹത്തിനും ഈ പോയിന്റ് പിന്നെ അവരുടെ തത്വത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. യേശു ക്രിസ്തുവിന്റെ പേര് കേട്ടാൽ ഈസ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ അദ്ദേഹത്തിന്മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് മുസ്ലിം. 140-ലധികം തവണയാണ് മൂസാ നബിയുടെ പേര് ഖുർആനിൽ, 30-ലധികം തവണയാണ് ഈസാ നബിയുടെ പേര്. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പേര് 36ഓളം ഞാൻ മനസ്സിലാക്കുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന് 4 തവണ, അഹമ്മദ് എന്ന് 1 തവണയും, അങ്ങനെ 5 തവണ. മറിയം ബീവിയുടെ പേര്, യേശുക്രിസ്തുവിന്റെ ഉമ്മയുടെ പേര്, അമ്മയുടെ പേര് 34 സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. 3-ാം അധ്യായം 42-ാമത്തെ വചനം. 3-ാം അധ്യായത്തിലെ 42. ലോക സ്ത്രീകളിൽ ഏറ്റവും മഹോന്നത മറിയമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഒരു വർഗീയത ഉണ്ടായിട്ടില്ല. ശരികളെ ശരി എന്നും തെറ്റിനെ തെറ്റി എന്നും വിളിക്കാൻ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ, ഞാൻ പറഞ്ഞല്ലോ, ആമിന ബീവിയുടെ മകനാണ് മുഹമ്മദ് നബി. ആമിന ബീവിയുടെ പേര് ഖുർആനിലില്ല. നബിക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു ഖദീജത്തുൽ കുബ്ര, അദ്ദേഹത്തിന്റെ ഭാര്യ. അവരുടെ പേര് ഖുർആനിലില്ല. ക്രിസ്ത്യാനികളോട് വെറുപ്പിന്റെ ഒരു തത്വമാണ് ഇസ്ലാമിനെങ്കിൽ മറിയം ബീവിയെ ചീത്ത പറയാവുണ്ട്. ബൈബിളിൽ പോലും ഇല്ലാത്ത മഹത്വമാണ് മറിയം ബീവിക്ക് ഖുർആനിൽ. അത്ഭുതകരമാണ് ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്. ഒരാളുടെ മഹത്വത്തെ കുറിച്ച് അന്വേഷിച്ച് ബൈബിളിൽ ചെന്നു നീരിക്കുക. യേശുക്രിസ്തുവിന്റെ മഹത്വം എന്തായിരുന്നു ബൈബിളിൽ? അദ്ദേഹം കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്തായിരുന്നു? കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി. അപ്പൊ അദ്ദേഹം ഭരണിയിൽ പച്ചവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം വീഞ്ഞാക്കി അദ്ദേഹം മാറ്റി. എന്നിട്ട് അത് കുടിച്ചിട്ട് ആദ്യം കുടിച്ച കള്ളിനേക്കാൾ ലഹരി ഉണ്ടായി എന്നാ പറയുന്നത്, ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം ആളുകളെ മദ്യപിപ്പിക്കുന്ന ഒരു അത്ഭുതം കാണിച്ചു എന്നാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിക്ക്, ഖുർആനിലേക്ക് വന്നോ? യേശുക്രിസ്തു ഒന്നാമതായി കാണിച്ച അത്ഭുതം എന്ന് ഖുർആൻ പറയുന്നത് എന്താണ്? എന്താണ്? പരിശോധിക്കൂ, ബുദ്ധിയുള്ളവർ വായിക്കൂ, ഏത് ഭാഷയിലും. ഖുർആൻ പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മാതാവ് പിഴച്ചവളാകുന്നു എന്ന് ജൂതന്മാർ വാദിച്ചു. ജൂതന്മാർ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ഉമ്മ പിഴച്ചവളാണ്, കാരണം കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവില്ല, പക്ഷെ ഗർഭിണിയായി. അപ്പൊ പിഴച്ചു പോയിരിക്കുന്നു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, നീ നല്ല ഒരു കുടുംബത്തിലെ മെമ്പറായിരുന്നല്ലോ, ഈ തോന്നിയാസം ചെയ്തല്ലോ എന്ന് ജൂതന്മാർ. അവിടെയാണ് ഖുർആൻ ആദ്യമായി, ഖുർആൻ പറയാൻ, യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു. എന്റെ ഉമ്മ മറിയം പിഴച്ചവളല്ല, പവിത്രമാകുന്നു, പരിശുദ്ധയാകുന്നു. ഞാൻ ദൈവം എന്നെ പ്രവാചകനാക്കി, എന്റെ ഉമ്മ പരിശുദ്ധയാണ്, എനിക്ക് വേദം നൽകി, നിങ്ങൾ എന്നെ അനുസരിച്ചോളൂ. ഉത്തര ഉദാത്തമായ യേശുക്രിസ്തുവിന് ഒരു ഭാഗത്ത് മദ്യം വിളമ്പിയ ആളായിട്ടാണ് ബൈബിൾ പറയുന്നത്. മറുഭാഗത്ത് ജൂതന്മാരോ അവർ അദ്ദേഹത്തിന്റെ മാതാവ് പിഴച്ചവളായിട്ടാണ് പറയുന്നത്. കലാപം ഉണ്ടാക്കാനാ അവർ ശ്രമിച്ച്. ഇസ്ലാമോ കലാപല്ലായ്മ ചെയ്യാൻ. അത്ഭുതകരമാണ്. ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളോട്, ഇവിടെ ഇരിക്കുന്ന മുസ്ലിമീങ്ങളോട് പഠിക്കണം നാം. അറിവിനെ വെല്ലുന്ന ഒരായുധവും ലോകത്ത് വേറെയില്ല. കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. ഖുർആന്റെ 39-ാം അധ്യായം 9-ാമത്തെ വചനം, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. അറിവുള്ളവർക്ക് അല്ലാഹു പദവി നൽകും. നമ്മുടെ അറിവ് അത്ഭുതകരമല്ലേ? നിങ്ങൾ ആലോചിച്ചോ, മറിയം ബീവിയുടെ പേര് ഖുർആനിൽ 34 തവണ, ബൈബിളിലോ എത്ര തവണ ഉണ്ട് പരിശോധിച്ചേ. അവരെ മോശമായ അഭിസംബോധന ചെയ്തത് വരെ ബൈബിളിൽ കാണാൻ കഴിയും, ഖുർആനിൽ കാണാൻ കഴിയില്ല. ബഹുമാന പുരസ്സരം, ആദര പുരസ്സരം, 3-ാം അധ്യായം 36-42 വരെയുള്ള വചനം. ദൈവം അവരെ എക്സ്ട്രാ തെരഞ്ഞെടുത്തു, അത്ഭുത സ്ത്രീയായിട്ട് തന്നെ. അവരിലൂടെ അത്ഭുത ദൃശ്യങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടു. ഖുർആൻ നിങ്ങൾ പരിശോധിക്കുക. ഏറ്റവും അത്ഭുതം എന്താ? ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ്. ഇസ്ലാം അറേബ്യയിൽ ഉദയം ചെയ്ത മുഹമ്മദിന്റെ സൃഷ്ടിയാണെന്നല്ലേ? എങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ മറിയം ബീവിയുടെ പേര് ഖുർആനിൽ എന്തുകൊണ്ട്? ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. ആനി ബസന്റ്, അമ്രുൽ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലിരുന്ന ആനി ബസന്റ്, സ്വാതന്ത്ര്യ സമര വ്യക്തികളെ ഓർക്കുമ്പോ ആനി ബസന്റ് നമ്മൾ ഓർക്കുന്നു. അവർ ഖുർആൻ വായിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു ഖുർആൻ മുഹമ്മദിന്റെ രചനയല്ല എന്ന് എനിക്കുള്ള തെളിവ്. ആർക്ക്? ആനി ബസന്റിനുള്ള തെളിവ് എന്താണ്? ഖുർആനിലെ 80-ാം അധ്യായമാണ്. അതെന്താ അധ്യായം? ഖുറൈശി പ്രമാണികൾ, പ്രവാചകൻ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ഘട്ടത്തിൽ ഖുറൈശികളായ അവിടുത്തെ നേതാക്കന്മാർ, കാരണവന്മാർ, അവിടുത്തെ നാട്ടുരാജാക്കന്മാർ
അവരിൽ പ്രമുഖന്മാർ, അവരെ വിളിച്ചു വരുത്തി അവർക്ക് മതം പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ. ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രവാചകന്റെ ശത്രുവിനെ വരെ വിളിച്ചു വരുത്തി ഇരുത്തി സൽക്കരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടേക്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ കടന്നു വരികയാണ്. കണ്ണ് കാണില്ല അയാൾക്ക്. ഇസ്ലാം സ്വീകരിച്ച പാവപ്പെട്ടൊരു ആളാണ് അയാൾ. ദരിദ്രനാണ്, സാധാരണക്കാരനാണ്, രണ്ട് കണ്ണും കാണില്ല. അയാള് പ്രവാചകന്റെ സന്നിധിയിൽ ഈ സംഭവം ഒന്നും കണ്ണ് കാണില്ലല്ലോ. പ്രവാചകൻ പ്രമുഖരുമായി സംസാരിക്കുകയാണെന്നൊന്നും അറിയില്ല. അങ്ങോട്ടാണ് കടന്നു ചെന്നത്. പ്രവാചകൻ തൽക്കാലം അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അത് അള്ളാഹുവിന് ഇഷ്ടമായില്ല. അള്ളാഹു പറഞ്ഞ വാക്കെന്താ? അതാണ് ഖുർആൻ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക ഔ യذكر ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഅന ഫഅൻത ലഹു തസദ്ദ വമാ അലൈക അല്ലാ യസ്സക വഅമ്മാ മൻ ജാഅക യസ്ആ ഫഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ. വലാത്ത വാക്കാണ്. അബസ വതവല്ല, താങ്കൾ തിരിഞ്ഞു കളഞ്ഞുവല്ലേ. അൻ ജാഅഹുൽ അഅമ, അന്ധനായ മനുഷ്യൻ വന്നപ്പോ, കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നപ്പോ ആ ഇരിക്കുന്ന നേതാക്കന്മാരില്ലേ, അഹങ്കാരികളും ദുരഭിമാനികളും പൊങ്ങച്ചക്കാരും സ്വയം പര്യാപ്തത നടിച്ചവരുമായ ആളുകൾ, അവരോടാണല്ലേ അങ്ങ് ആ ദരിദ്രനോ അന്വേഷണ ത്വരയോടെ, പഠിക്കാനുള്ള മോഹത്തോടെ, അറിവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തോടെ താങ്കളെ സമീപിച്ചതാണല്ലോ. ഈ അധ്യായം ഉദ്ധരിച്ചിട്ട് ആനി ബസന്റ് പറയാണ്, പ്രവാചകന്റെ രചനയായിരുന്നു ഖുർആനെങ്കിൽ പ്രവാചകനെ പിന്നെ ഉപദേശിക്കുന്ന, നിർദ്ദേശിക്കുന്ന, ശക്തമായി താക്കീത് നൽകുന്ന ഒരധ്യായം ഉണ്ടാവുകയല്ല. മനസ്സിലായോ? വിശുദ്ധ ഖുർആനിലെ ഏത് വാചകം, ഇപ്പൊ കൽക്കട്ട ഹൈക്കോടതിയിൽ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ, സ്വാഭാവികമായും തെറ്റിദ്ധാരണ ഉണ്ടാവുമ്പോൾ ആവാം, വിരോധമൊന്നുമില്ല, സന്തോഷമാണ് അതില്ലേ. കാരണം അതൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്? കൽക്കട്ട ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു കേസ് ഇല്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ ഈ വിധി ഉണ്ടാകുമായിരുന്നോ? കൽക്കട്ട ഹൈക്കോടതിയിൽ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ പഠിച്ചു. ഖുർആൻ എന്തുകൊണ്ട് നിരോധിക്കണം എന്ന് ചോദിച്ചു. അതിന് ഇന്നെന്ന കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പഠിച്ചപ്പോ ജഡ്ജിയും വക്കീലുമാരും വാദിച്ചോലും എല്ലാം എന്ത് പറഞ്ഞു? ഖുർആൻ നിരോധിക്കരുത് എന്ന് മാത്രമല്ല, ഖുർആൻ ജനങ്ങളെ മുഴുവനും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. എന്തേ അങ്ങനെ തോന്നാൻ? ഞാൻ പറയണേ, ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞവരോട് താങ്ക്സ്, നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ പറഞ്ഞോണ്ടാണല്ലോ അവരിത് പഠിച്ചത്. അങ്ങനെ ഒരു വിധി ഇവിടെ നിലനിൽക്കുന്നത്, അത് ജനങ്ങളെ വായിച്ച് കളിപ്പിക്കാൻ പറ്റണത് അല്ലേ? ഞാനൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ ഒരു സ്വാമിജി എഴുന്നേറ്റെന്ന്, പാവാണ്, വളരെ ശുദ്ധഗതിയോടുകൂടെ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ഒക്കെ സുന്ദരമാണ്, പക്ഷെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം എത്രയോ വർഷമായിട്ട് കേട്ടത് പറഞ്ഞതാണ്. ആ സാധു ഖുർആൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. പലരും പറഞ്ഞപ്പോൾ അതുള്ളത് തന്നെയായിരിക്കും എന്ന് ആ പാവം വിശ്വസിച്ചു. പിന്നെ എൻ്റെ ഊഴമായിരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, സ്വാമിജി വേറെ തിരക്കുള്ള ആളാണ്, പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്, സ്വാമിജിയുടെ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നതായി സ്വാമിജി പറയുന്നു. ഇതാ ഖുർആൻ, ആ വാചകം ഒന്ന് എനിക്ക് കാണിച്ചു തരണം സ്വാമിജി. സ്വാമിജി ഇരിക്കുകയാണ്, ഖുർആന്റെ കോപ്പി എടുത്ത് കയ്യിൽ കൊടുത്തു. സ്വാമിജി ആ വാചകം കാണിക്കണം. സ്വാമിജിയുടെ നെറ്റിത്തടം വേർക്കാൻ തുടങ്ങി, ചുണ്ടുകൾ വറക്കാൻ തുടങ്ങി. സ്വാമിജി പറഞ്ഞു, ഞാൻ ആ വാചകം കണ്ടിട്ടില്ല. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു, മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നായിരുന്നു നിയമമെങ്കിൽ അത് നടപ്പാക്കലാണ് മുസ്ലിമിന്റെ ബാധ്യതയെങ്കിൽ സ്വാമിജീനെ ക്ഷണിക്കാൻ വാളുമായിട്ടല്ലേ ഞങ്ങൾ വരിക? പക്ഷെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി വന്ന് സ്വാമിജീനെ ക്ഷണിച്ചു, ഇവിടെ ഏറ്റവും നല്ല ആദരിച്ചിരുത്തി നിങ്ങളെ കണ്ടെടുത്ത്. കാരണം ഹൈന്ദവരുടെ പ്രതിനിധിയാണല്ലോ നിങ്ങൾ, അമുസ്ലിങ്ങളുടെ നേതാവിൽപ്പെട്ട ഒരാളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചാണ്, അങ്ങനെ ഒരു വാചകമല്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വിരോധമില്ലാറിന് അദ്ദേഹത്തിന് അനുവദിച്ചു. അദ്ദേഹം സംസാരിച്ചു, എനിക്ക് തെറ്റിദ്ധാരണ പറ്റിയാണ്, ഞാനിത് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ച ആളുകളെ വികാരം കൊള്ളിച്ചിട്ടുണ്ട്, ഇനി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. കണ്ടോ, അതാണ് നമ്മളും ചെയ്യേണ്ടത്. നമുക്ക് ആരെക്കുറിച്ച് എന്തൊരു തെറ്റിദ്ധാരണ ഉണ്ടോ അത് തിരുത്തുക വേണ്ടത്. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ചൊന്ന പ്രശ്നമുണ്ട്, അത് തിരുത്തുക വേണ്ടത്. ഇപ്പൊ ഇസ്ലാം ഇന്നതാകുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞോനെ തട്ടാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യൂല, ഇസ്ലാം ചെയ്യൂല. ഇസ്ലാം പഠിക്കാത്തോളി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാ എപ്പോഴെങ്കിലും, ഇസ്ലാം അത് ചെയ്യൂല. ഇപ്പൊ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാവ് എന്ന് ഗീതാഞ്ജലിയുടെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തെ വിളിച്ച്. മഹാത്മാഗാന്ധിജി ഒരിക്കൽ വൈകാരികമായി, ആ പശ്ചാത്തലം അതായിരുന്നു,
ശുദ്ധി പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ശ്രദ്ധാനന്ദ സ്വാമികളെ വികാരജീവികളായ 10-20 ചെറുപ്പക്കാർ ചേർന്ന് കൊന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു വികാരജീവി, മതം പഠിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ, കാരണം ഈ രംഗീല റസൂൽ നബീനെ പച്ചക്ക് തെറി പറയുന്ന ഒരു രചന ഒരു സ്വാമിജി നടത്തി. അതായിരുന്നു പ്രശ്നം. ആ വികാരം കൊണ്ട് അവിടെയും ഞങ്ങൾ പറയുന്നത് എന്താണ്, നബീനെ തെറി പറഞ്ഞാൽ പോലും അതെന്താണ് റസൂൽ എന്ന് വസ്തുതാപരമായി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടത് എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം സുഹൈൽ ഇബ്നു അംർ പ്രവാചകൻ ഏറ്റവും തെറി പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇരുത്തി ശാന്തമായി പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച്. മക്കം ഫതയിൽ അദ്ദേഹം ഒളിച്ചോടാൻ തീരുമാനിച്ചു. വീട്ടിലിരുന്ന് വാതിലടച്ച് പൂട്ടി പേടിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ ഭയപ്പാട്, വരീൻ ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം. പ്രവാചകനെ ഏറ്റവും പീഡിപ്പിച്ച ആളാണ് സുഹൈൽ ഇബ്നു അംർ. തെറി എന്ന് പറഞ്ഞ പ്രവാചകന്റെ പിന്നാലെ നടന്നിട്ട്, എന്നിട്ട് ആ സുഹൈൽ ഇബ്നു അംറിന് പ്രവാചകൻ സംരക്ഷണം നൽകി. ലോക ചരിത്രം ആരുടെ മുമ്പിലും തടയപ്പെട്ടിട്ടില്ല. ഗംഗാ നദി ആരെങ്കിലും തടയോ സുഹൃത്തുക്കളെ? അതുപോലെ ഇവിടുത്തെ കാവേരി ആർക്കെങ്കിലും തടയാൻ കഴിയോ? ഒഴുകുന്ന ജലപ്രവാഹങ്ങളെ തടയാൻ കഴിയോ? വിജ്ഞാനം ഒഴുകുന്ന സാഗരമല്ലേ, തടാകമല്ലേ, അത് ഒഴുകട്ടെ, അതാരും അതിൽ നിന്ന് മോന്തിക്കുടിക്കട്ടെ. എന്താണ് മതം, ആരാണ് ആചാര്യന്മാർ? നമ്മൾ പഠിക്കുക. പ്രവാചക തിരുമേനിയെ വിമർശിച്ച് വസ്തുതാപരമായി വിമർശിച്ച് അതിന് മറുപടി ഉണ്ടാവും. ഇപ്പൊ യുക്തിവാദികൾ ഖുർആനിനെ വിമർശിച്ചു, 12 മറുപടി കേരളത്തിലുണ്ടായി. 12 മറുപടി. അല്ലാതെ ഖുർആനെ വിമർശിച്ച ആളെ തലേറിയാൻ ഇവിടെ മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇറാനിലോ പാകിസ്ഥാനിലോ ഇറാഖിലോ ഒക്കെ ഉണ്ടാവാം. അവിടെ അവിവേകികളായ ഷിയാക്കൾ നേതൃത്വം നൽകുന്നത് കൊണ്ട് ഞാൻ അതിനെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇസ്ലാമിൽ അതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സാമ്പത്തിക രംഗം മോശമാണെന്ന് പറയാം, വസ്തുതാപരമായിരിക്കണം എന്ന് മാത്രം, വെറുതെ പറഞ്ഞാൽ. ഇസ്ലാം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു, വസ്തുതാപരമായി പറയാം, ഇല്ലാത്തത് പറയും. ഇസ്ലാമിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് നിങ്ങൾക്ക് പഠിക്കാന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്കും പഠിക്കാം, ഞങ്ങൾക്കും പഠിക്കാം. ഒരാൾക്ക് ഒരാളുടെ മതത്തെ കുറിച്ച് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിനെന്തോ ഒരു തകരാറുണ്ട് എന്നാണ്. സത്യമാണ്. ഇപ്പൊ എനിക്കൊരു സ്ഥലത്ത് എന്നെ വിളിച്ചിട്ട് എനിക്കൊരു ടീമിനോട് സംസാരിക്കാൻ മടിയുണ്ട് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭയപ്പാടുണ്ട് നിന്നെ, അതിന്റെ അർത്ഥം തന്നെയാണ്. അതിന്റെ അർത്ഥം ആശയപരമായി ബലമില്ലാത്തവർക്കാണ് പേടി ഉണ്ടാവുക. ആശയപരമായി ബലമുള്ള ഏതൊരുത്തനും ഒരു വ്യക്തിയെ കുറിച്ചോ മതത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ വിമർശിക്കപ്പെട്ടാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ എല്ലാ മിക്ക സദസ്സുകൾ എങ്ങനെ, ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധിയായി പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് ഹിന്ദു മതം എന്താണ് എന്നവർ പറയുന്നു, ഇസ്ലാം എന്താണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്താണ് എന്നവർ പറയുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടായാൽ 3 കൂട്ടരും അറ്റൻഡ് ചെയ്യുന്നു, ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു, അകലം കുറയുന്നു. കൂടുതല്ല, അകലം കുറയുക ചെയ്യുക, അടുക്കുക ചെയ്യുക, സ്നേഹം കൂടുക ചെയ്യുക. കാരണം നമ്മളൊക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമേരിക്കയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തുടങ്ങി തന്നെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പൊരുൾ പറഞ്ഞുകൊണ്ടാണ്, യോഗയുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ്. തീർന്നില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ വസുദൈവ കുടുംബകം എന്ന ആശയമാണ്. എന്താ വസുദൈവ കുടുംബകം? ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. ലോകമാണ് തറവാട്, ലോകം മുഴുവനും നമ്മുടെ തറവാടാണ്. വസുദൈവ കുടുംബകം, എല്ലാവരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. അത് ഉജ്ജ്വലമായ ഒരു ആശയമാണ്. കാനന്നാസു ഉമ്മത്തം വാഹിദ എന്ന് ഖുർആൻ. മനുഷ്യരൊക്കെ ഒരൊറ്റ സമുദായമാണ്, ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ്. ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനം, ഖുർആനിന്റെ 6-ാം അധ്യായം 151-ാമത്തെ വചനം, ഖുർആനിന്റെ 7-ാം അധ്യായം. എത്ര വചനങ്ങളിലാ അതുള്ളത്? 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6 വചനങ്ങൾ. യാ അയ്യുഹന്നാസ്,
അല്ലയോ മനുഷ്യരേ ഉണ്ടോ, അല്ലയോ അറേബ്യക്കാരേ എന്നല്ല, അല്ലയോ കറുത്തവരെ വെളുത്തവരെ എന്നല്ല, പാശ്ചാത്യരെ പൗരസ്ഥരെ എന്നല്ല, അല്ലയോ മനുഷ്യരേ. എല്ലാരും ഉണ്ടോ അതില്? എല്ലാരും ഉണ്ടോ? എല്ലാരെയും ഉൾപ്പെടുത്തി ഖുർആൻ പറഞ്ഞു മനുഷ്യരെ. ദാ തമ്മത്തല്ലല്ലേ, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നിങ്ങൾ. അരുത്, ആയുധമേന്തൽ അരുത്. ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ അരുതായികകൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞതാണോ ഖുർആനിന്റെ തെറ്റ്? യാ അയ്യുഹന്നാസ്, പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ റെഡി. ഏത് ഡൈനിങ് ടേബിളിന്റെ, ഏത് മേശപ്പുറത്തിന്റെ ചുറ്റുവട്ടത്താ വട്ടമേശ സമ്മേളനം കൂടേണ്ടത്? ശാന്തമായി, സൗമ്യമായി, ആദർശപരമായി, പക്വതയോടെ, വിവേകത്തോടെ, ദാർശനിക വൈഭവത്തോടെ, മോഡറേറ്റർ വൈദഗ്ധ്യത്തോടെ എവിടെ ഇരിക്കേണ്ടത്? എവിടെ വേണമെങ്കിലും ഇരിക്കാം. ശാന്തിപൂർണമായ ഇന്ത്യ ഉണ്ടാവണം. ഉച്ചനീചത്വങ്ങളില്ലാത്ത ഇന്ത്യ ഉണ്ടാകണം. അരാജകത്വങ്ങളില്ലാത്ത ഇന്ത്യ ഉണ്ടാകണം. മദ്യത്തിന്റെ ദുരന്തം പേറാത്ത രാജ്യമുണ്ടാകണം. പലിശാലയങ്ങളില്ലാത്ത ലോകമുണ്ടാകണം. വേശ്യാലയങ്ങളില്ലാത്ത ലോകമുണ്ടാകണം. 8 വയസ്സുകാരൻ മദ്യപിച്ചും മരിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഒരു പെണ്ണും മാനഭംഗം ചെയ്യപ്പെട്ടുകൂടാ. ഒരു മനുഷ്യനും തമ്മിൽ കഴുത്തറുത്തുകൂടാ. ഒരു കബന്ധങ്ങളും ഈ രാജ്യത്ത് രക്തപങ്കിലമായി കൂടാ. ഒരു സാമ്രാജ്യത്തെ ശക്തികൾക്കും ഈ രാജ്യത്ത് ശിഥിലീകരിക്കാൻ അവസരമുണ്ടാകരുത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും ഒറ്റക്കെട്ടായി മനുഷ്യരെന്ന നിലക്ക് ഉജ്ജ്വലമായി ജീവിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് കലാപമായി ഭവിക്കുകയില്ല. ഇല്ല, ഇല്ല. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ആർച്ചിൽ സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാ ജയിക്കേണ്ടത്. അസത്യത്തിന് പരാജയമുണ്ടാകണം. വകുൽ ജാഅൽ ഹഖ് വസഅകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. സൂറത്ത് ഇസ്രാ 17 അധ്യായം 82-83 വചനങ്ങൾ. വനുനസ്സിലു മിനൽ ഖുർആൻ. അവിടെ പറഞ്ഞത് സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെയാണ്. കണ്ടോ, മുസ്ലിം വന്നു, മുഹമ്മദ് വന്നു, അറേബ്യ വന്നു, മാപ്പിളാര് വന്നു, ഓല് ജയിച്ചു എന്നല്ല. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. സത്യമാണ് ജയിക്കേണ്ടത്. സത്യത്തോടാണ് കൂറ്. സ്വന്തം അനിയ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ എന്താ? വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. കാണാൻ കഴിയില്ല അതിന് തുല്യമായൊരു വാചകം ലോകത്ത് വേറെ എവിടെയും. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, ഒരു ജനതയോടുള്ള നിങ്ങളുടെ ശത്രുത, ഒരു ജനതയോടുള്ള നിങ്ങളുടെ മനസ്സിലെ വെറുപ്പ് കാരണം കൊണ്ട് നിങ്ങൾ വെറുത്ത ജനതക്ക് നീതി നിഷേധിക്കപ്പെട്ട് കൂടാ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. 5-ാം അധ്യായം 8-ാമത്തെ വചനം. വലൗ വലാ അൻഫുസികും അബിൽ വാലിദൈനി വല്ലഖറബീൻ ഇയകുൻ ഗനിയൻ ഔ ഫഖീറാ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 135-ാമത്തെ വചനം. രോമാഞ്ചമുണ്ടാകും ആ അർത്ഥം കേട്ടാൽ. ദരിദ്രനാവട്ടെ സമ്പന്നനാവട്ടെ, ധനാഢ്യനാവട്ടെ ധനമില്ലാത്തവനാകട്ടെ, ഉന്നതനാകട്ടെ സാധാരണക്കാരനാകട്ടെ, ആരായാലും സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നീതിക്ക് വേണ്ടിയല്ലാതെ അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ വാചകം ആവശ്യമില്ല, അനാവശ്യമാണെന്ന് ആർക്ക് പറയാൻ കഴിയും? ആ വാചകം അനാവശ്യമാണെന്ന് പറയാൻ ആർക്ക് കഴിയും? എന്റെ അയൽവാസിയായി RSSകാരനായി BJPക്കാരനായി ജീവിക്കുന്ന എന്റെ ശശിയേട്ടൻ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരാദർശം. എന്റെ അയൽവാസിയായ കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷ്, അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള ശരിതെറ്റുകളെയും എനിക്ക് വിമർശിക്കാം. എന്നാൽ അവരുമായുള്ള എന്റെ സൗഹൃദത്തിനോ ബന്ധത്തിനോ ഒരു കുറവും വരാൻ പാടില്ല. എന്റെ അയൽവാസിയായ ഒരു മുസ്ലിം ബാബുവേട്ടനോട് ഒരു തെറ്റ് ചെയ്താൽ, ബാബുവേട്ട ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഞാൻ ബഷീറിനെതിരാണ് എന്ന് പറയേണ്ടവനാണ് മുസ്ലിം. എങ്കിൽ ഈ തത്വം ലോകത്ത് നിലനിൽക്കണം. ഇസ്ലാം പറഞ്ഞ അത്രേ ഉള്ളൂ. ഇസ്ലാം പറയുന്നത് തെറ്റ് ബാലന്റേതായാലും തെറ്റ് സുബൈറിൻ്റെതായാലും തെറ്റ് ജോർജിൻ്റെതായാലും തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കോൺഗ്രസ്,
CPM, BJP, ശിവസേന, RSS, ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയവും മതപരവുമായ സംഘടനകൾ, ഓരോരുത്തർക്ക് അവരുടെ അജണ്ടകൾ, അവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, ആർക്കു നേരെയും അതിക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കില്ല. അവരോടൊന്നും അനീതി കാണിക്കരുത് എന്ന് പറയുന്ന മതം. എനിക്ക് എന്റെ മതം പറയാം, ആ മതവിശ്വാസത്തിന്റെ ശരിതെറ്റുകൾ പറയാം, ഇതാണ് നല്ലത് എന്ന് പറയാം, ഇത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇന്നെന്ന മെച്ചങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം. അപ്പൊ അയാൾ പറയാം എനിക്ക് വേണ്ട, എന്നാ വേണ്ട. അപ്പോഴും അയാളായിട്ട് സൗഹൃദം. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഇസ്ലാം ഒരുപാട് രാജാക്കന്മാർക്ക് കത്തെഴുതി ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു, സ്വീകരിച്ചാൽ രക്ഷപ്പെടുന്നു പറഞ്ഞു, തിരസ്കരിച്ച ദൈവസന്നിധിയിൽ നഷ്ടമാണെന്ന് പറഞ്ഞു. ആ കത്ത് കീറിയിട്ടവർ, ആ കത്ത് ചുരുട്ടിയെറിഞ്ഞവർ, ആ കത്തുമായി ചെന്നവരെ വറവച്ചട്ടിയിലിട്ട് വറുത്തവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. ഇസ്ലാം തിരിച്ചാരെ ആക്രമിച്ചിട്ടില്ല. അവിടെ ഇസ്ലാം ഒരു ആശയത്തിന്റെ പേരിൽ മറ്റൊരാശയക്കാരനെ മർദ്ദിച്ചിട്ടില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി അവിടെ ഉണ്ടായിരിക്കെ അവിടെ അതിക്രമം കാണിച്ച് കേറിയവരെ തടുത്തു. പാകിസ്ഥാൻ ഇന്ത്യയുടെ ബോർഡറിൽ കയറി ആക്രമിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ പട്ടാളക്കാരനായി ഇന്ത്യയുടെ അതിർവരമ്പിൽ ഞാനുണ്ടെന്ന് വിചാരിച്ചോളൂ. താടി നീട്ടി തൊപ്പി വെച്ച പാകിസ്ഥാൻ പട്ടാളക്കാരനെ എന്റെ കയ്യിലെ AK-47 കൊണ്ട് പൊട്ടിച്ചു കളയും ഞാൻ. അതെന്റെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, എന്റെ രാജ്യക്കൂറിന്റെ ഭാഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്റെ വാപ്പ പാകിസ്ഥാനില്, ഞാൻ ഇന്ത്യയില്. എന്റെ വാപ്പ പട്ടാളക്കാരനായി, ഞാനും പട്ടാളക്കാരനായി. രണ്ട് ബോർഡറിൽ പാകിസ്ഥാന്റെ ദാഷ്ട്യം കാരണം ഇന്ത്യയെ ആക്രമിച്ചാൽ ബാപ്പ അനീതിയിലും ഞാൻ നീതിയിലുമാണെങ്കിൽ എന്റെ ബാപ്പാക്കെതിരെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ എനിക്ക് അശേഷം സന്ദേഹം നൽകാത്ത ഒരു മതം, ഒരു ദർശനം, അതാണ് ഇസ്ലാം. വാട്ട് ഈസ് ഇസ്ലാം? ഇസ്ലാം മാനവികതയാകും, നന്മയാകും, ആണ് ഇസ്ലാം. ഇസ്ലാം കൂട്ടം നോക്കി ജാതി നോക്കി കൂറു പറിച്ചിട്ടില്ല. തെറ്റിനെ തെറ്റ്, ശരിയെ ശരി, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അത് ഏത് കാല മൗലാന മുഹമ്മദ് അലി ജൗഹർ, അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ഷൗക്കത്ത് അലി സഹോദരന്മാർ, അലി സഹോദരന്മാർ, മഹാത്മാഗാന്ധിയുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ വിളമ്പിയ ഭക്ഷണം ആവോളം ആസ്വദിച്ച ഹിന്ദുവായ രാമഭക്തനായ ഹരേ റാം എന്നുച്ചരിച്ച് ഗോഡ്സെയുടെ വെടിയുണ്ടകളേറ്റ് മരിച്ചു പിരിയുമ്പോഴും രാമഭക്തി പ്രകടിപ്പിച്ച ആ രാമഭക്തനായ മഹാത്മാഗാന്ധിക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ വെച്ച് വിളമ്പിയ ഭക്ഷണം കൃത്യമായിട്ടുണ്ടെങ്കിൽ, അവരുടെ ഉപദേശം പഥ്യമായിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഇവിടെ നിലക്കണം. ഒരേ ഏത് മതം വിശ്വസിക്കുമ്പോഴും ആചരിക്കുമ്പോഴും. അതാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്ന അതാണ്. ഞങ്ങൾ ജനങ്ങളോട് സ്നേഹം വെച്ച് പുലർത്തുന്നു. ഒരു തെറ്റ്, ഒരു സൈഡ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന വണ്ടി, നല്ല ചോന്ന ചരട് കെട്ടി ചോന്ന തുണി എടുത്ത ഒരു RSSകാരനാണ് പോണെന്നിരിക്കുക. പോട്ടടാ, സൈഡ് സ്റ്റാൻഡ് തട്ടി വീഴട്ടെ എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ മനുഷ്യനല്ല. ഹേയ്, സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലട്ടോ. അതാ സ്നേഹം, അതാ ആത്മാർത്ഥമുള്ള സ്നേഹം. പാർട്ടി നോക്കിയല്ല സ്നേഹിക്കലും, മനുഷ്യനെ നോക്കിയ സ്നേഹിക്കലും. അതാണ് ഇസ്ലാം പഠിപ്പിച്ച്. നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുറഹ്മാൻ പറഞ്ഞല്ലോ, ഇസ്ലാം ഒരു കാര്യം ജനങ്ങളോട് ശരിതെറ്റുകൾ നോക്കി പറഞ്ഞു. ഏത് കാര്യത്തിൽ? ഇസ്ലാമിന് ആരോടും നിർബന്ധത്തിന്റെ ഹേമത്തിന്റെ ഒരു വശേല്ല. ബാപ്പയും ഉമ്മയും ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ചോറ് കൊടുക്കൂലെന്ന് മക്കൾ തീരുമാനിച്ചു. അറേബ്യയില് ആലോചിച്ചോളൂ, പറഞ്ഞുതരാം. ഇപ്പൊ ഇമ്മയും ഇസ്ലാം സ്വീകരിച്ചില്ല, അവർ ബൗദ്ധൈവ വിശ്വാസികളാണ്. അതുവരെ അവർക്ക് ചോറ് കൊടുത്തു, ചായ കൊടുത്തു, അവരെ സംരക്ഷിച്ചു. എന്നിട്ട് അവർ ഇസ്ലാം ആകാതെ കണ്ട ചില മക്കൾ ഉമ്മാക്ക് ഉപ്പാക്ക് ഇനി ഭക്ഷണം കൊടുക്കൂലെന്ന് തീരുമാനിച്ചു. മക്കൾ ഇസ്ലാമായിരുന്നു, അച്ഛനും അമ്മയും ഇസ്ലാം ആയിരുന്നില്ല. കേട്ടോടി, ഖുർആനാ പറയുന്നത്, വിശുദ്ധ ഖുർആനാ പറയുന്നത്, ലൈസ അലൈക ഹുദാഹുൻ വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാഹ്.
വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 272-ാമത്തെ വചന. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? ചോറ് കൊടുത്ത്, ചായ കൊടുത്ത്, മരുന്ന് കൊടുത്ത് ജനങ്ങൾക്ക് മാർഗദർശനം കൊടുക്കേണ്ട കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ചോറ് കൊടുക്കുന്നതും ചായ കൊടുക്കുന്നതും ഡ്രസ്സ് കൊടുക്കുന്നതും ഓലെ മതത്തെ കൂട്ടാനല്ല എന്ന് ഖുർആനാ പറയുന്നത്. ആ ഖുർആൻ കയ്യിലേന്തണമെന്ന് പറഞ്ഞാൽ എവിടെയാ തെറ്റ്? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും ചോറ് കൊടുക്കണുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാ, അല്ലാണ്ട് ഓനെ മതാക്കി തൊപ്പിടിപ്പിക്കാനല്ല എന്നാ ഖുർആൻ പറഞ്ഞു. ഖുർആനാ പറയുന്നത്, വിശുദ്ധ ഖുർആനാ പറയുന്നത്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാടില്ല തന്നെ നിർബന്ധം ചെലുത്താൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, ഇന്നെന്ന കാര്യം ചെയ്യരുത്, ഇന്നെന്ന കാര്യം ചെയ്യണമെന്ന് പറയുകയല്ലാതെ, ചെയ്തില്ലെങ്കിൽ വെട്ടിക്കളയും, കൊന്നുകളയും, നാട് കടത്തിക്കളയും, അടിച്ചോടിക്കും എന്ന് പറയാൻ ഖുർആനിലെ 24-ാം അധ്യായം 54-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. പ്രവാചകരെ താങ്കൾ ഒരു ഉപദേശകൻ മാത്രമാണ്. അധികാരം ചെലുത്തണ്ട, ഹേമം ചെലുത്തണ്ട, പറഞ്ഞാ മതി. ഇന്നതൊക്കെ അന്നതൊക്കെ ഉണ്ട്, ഇനി നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. വിശുദ്ധ ഖുർആൻ വീണ്ടും 88-ാം അധ്യായം വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, കേട്ടോളൂ. സത്യം ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്. സത്യം ഇതാണ്, പടച്ചോൻ അവതരിപ്പിച്ചതാണ്. പടച്ചോൻ അവതരിപ്പിച്ചാണ് സത്യം. ഫമൻ ശാഅ ഫൽയുക്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഖുർആന്റെ 18-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. എന്തതിന് അർത്ഥം അറിയോ? ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കുകയും ചെയ്യട്ടെ. ഇതൊന്നും ശരിയല്ല എന്നാ വേണ്ട, അവനെ നിർബന്ധിക്കണ്ട. ഇസ്ലാം അതാണ്, തീർന്നില്ല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. പൊന്തി നിൽക്കുന്ന 2 മാർഗം, ഏത് ധർമ്മം ഏത് അധർമ്മം, ഏത് ഏകദൈവത്വം ഏത് ബഹുദൈവത്വം, ഏത് അവിശ്വാസം ഏത് വിശ്വാസം, ഏത് അന്ധവിശ്വാസം ഏതാണ് യഥാർത്ഥ വിശ്വാസം, ഏതാണ് യഥാർത്ഥ കർമ്മം ഏത് യഥാർത്ഥ കർമ്മമല്ല, ഏതാണ് യഥാർത്ഥ ആരാധന ഏതാണ് യഥാർത്ഥ ആരാധനയല്ലാത്തത്. ഇത് കൃത്യമായി പഠിപ്പിച്ചു. എന്നിട്ട് ഖുർആൻ പറയുന്നതോ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം, നിനക്ക് നന്ദി കെട്ടവനായിട്ടും ജീവിക്കാം. സൂറത്ത് നിസാ, സൂറത്ത് ദഹർ 76-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. വല്ലാത്തൊരു ചോദ്യമാണ്. അല്ല മുഹമ്മദേ, അവരെ നീ നിർബന്ധിക്കുകയോ വിശ്വാസിയാവാൻ? വേണ്ട, വേണ്ട, അവരെ മതവിശ്വാസിയാകാൻ നീ നിർബന്ധിക്കേണ്ടതില്ല. 10-ാം അധ്യായം 99-ാമത്തെ വചനം. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ താങ്കളുടെ ജീവൻ ഒടുക്കുന്ന ചിന്ത വേണ്ട. ഖുർആന്റെ 18-ാം അധ്യായം 6-ാമത്തെ വചനം. എത്ര സ്പഷ്ടമാണ്! ഇവിടെ എവിടെ അധികാരം? ഞാൻ പറയുന്നു, മതം സംവദിക്കുന്നത് പള്ളയോടല്ല, മതം സംവദിക്കുന്നത് വിശപ്പിനോടല്ല, ബുദ്ധിയോടാണ്. ഏതൊരു കാര്യം ഒരാളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇത് ശരി ഇത് തെറ്റ്. ഫോർ എക്സാമ്പിൾ, ചേലാകർമ്മം ചെയ്യാം. മുസ്ലിങ്ങളും ജൂതന്മാരും ചേലാകർമ്മം ചെയ്യുന്നു. പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് ചർമ്മം നീക്കുന്ന കർമ്മം, അതാണ് ചേലാകർമ്മം. ഇത് ശാസ്ത്രീയമായി ശരിയാണോ? ദൈവികമായി ശരിയാണോ? ആരോഗ്യപരമായി ശരിയാണോ? ഡിബേറ്റ് എന്നെ നടത്താം, മഹാ ഡിബേറ്റ്. ശാസ്ത്രം അറിയുന്ന, ക്യാൻസർ അറിയുന്ന, രോഗമറിയുന്ന, മനുഷ്യ ശരീരം അറിയുന്ന മഹാജീനിയസുമാരുമായി ഇസ്ലാം സംവദിക്കുന്നു. ചേലാകർമ്മം ആരോഗ്യത്തിന് എത്ര ഉപകാരമുള്ളതാണ്, അനിവാര്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് 2005 ലണ്ടനിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സമ്മേളനം പിരിഞ്ഞുപോയത്. ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് ചില ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തു, അമുസ്ലിങ്ങളായ, മുസ്ലിങ്ങളല്ല. ലണ്ടനിൽ ക്യാൻസറിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് നടന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഫൈമോസിസ്, പാരാഫൈമോസിസ്, ലിംഗാഗ്ര ക്യാൻസർ, സ്ത്രീകൾക്കുണ്ടാകുന്ന അർബുദം, ഇത്
ചേലാകർമ്മം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാർക്കില്ല, അവരുമായി ബന്ധപ്പെടുന്ന സ്ത്രീകൾക്കുമില്ല എന്ന് ഹൈന്ദവ ശാസ്ത്രകാരന്മാർ ലണ്ടനിൽ പോയിട്ട് പറയുന്നു. 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, 5000 വർഷങ്ങൾക്കപ്പുറത്ത് അബ്രഹാം പ്രവാചകൻ മുതൽ ചേലാകർമ്മം നിലനിൽക്കുന്നു. സഹോദരങ്ങളെ, അപ്പൊ ആളുകൾ പലതും ചോദിക്കും, എന്തുകൊണ്ട് ചേലാകർമ്മം? ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി. അതിനാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ലൈംഗിക ആനന്ദം ആസ്വദിക്കുന്നത് ചേലാകർമ്മം ചെയ്യുമ്പോഴാണ് എന്ന് മോഡേൺ സയൻസ് ഔട്ട്ലുക്കിന് നൽകിയ അഭിമുഖത്തിൽ ഗിരിരാജ കിഷോർ. ഞാൻ പറയുന്നത് ന്യായമാണ്, ഒരാരോഗ്യ പ്രശ്നമാണ്. കാരണം എന്താ? ഒരു കുഞ്ഞ് ജനിക്കുന്നതിനോട് കൂടിയാണ് മൂത്രയിക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാവുന്നത്. മാതാവിന്റെ വയറ്റ് കിടക്കുമ്പോൾ മൂത്രയിക്കുക എന്നുള്ള പ്രക്രിയയല്ല, പുറത്തു വരുമ്പോൾ മൂത്രയിക്കുക എന്നുള്ള പ്രക്രിയയുണ്ട്. മൂത്രം ഒഴിച്ചു തുടങ്ങുന്നത് മുതൽ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് സ്മെഗ്മ എന്ന് പറയുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടും. ചേലാകർമ്മം ചെയ്യാത്തവരുടെ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് സ്മെഗ്മ എന്ന ഈ വഴുവഴുപ്പുള്ള ദ്രാവകം കെട്ടിക്കിടന്നത് ക്രിസ്റ്റലായി മാറി മൂത്രമൊഴിക്കാൻ അവന് കഴിയാത്ത വിധം അവന്റെ അഗ്രഭാഗം അവിടെ കട്ടിച്ചേർന്ന് നിൽക്കും. പിന്നെ അത് വികസിക്കാതെ വരും, മൂത്രമൊഴിക്കാൻ തടസ്സമാകും. പിന്നെ ഉള്ള ഒരേ ഒരു വഴി അഗ്രഭാഗം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചക തിരുമേനി മുസ്ലിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയുമ്പോഴും പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിലൊരു ആരോഗ്യപരമായ മെച്ചമുണ്ട് ഇസ്ലാമിന്. ഇസ്ലാം ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം പറയുന്നത്. ഇതിന്റെ പ്രത്യേകത സയൻസ് തെളിയിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടേണ്ട ലൈംഗിക സുഖം അല്ലേ, അവൾ വഴിമാറിപ്പോവും. ആ വഴിമാറിപ്പോകതില്ലാതിരിക്കാൻ ചേലാകർമ്മം അനിവാര്യമാണെന്ന് ലൈംഗിക ശാസ്ത്രവും പറയുന്നു. അപ്പൊ ഏതൊരു നിസ്സാരമായ കാര്യവും, ചുണ്ടിലേക്ക് വായിലേക്ക് മീശ വളരാൻ പാടില്ല, വെട്ടി ഒതുക്കണമെന്ന് പറഞ്ഞു, താടി നീട്ടണമെന്ന് ഏത് കാര്യം എടുത്തോ. ലോകത്ത് ചില രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. മുഖക്കോട്ടെന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, പുരുഷന്മാരിൽ കൂടുതൽ കാണുന്നേ. അത് ഏറ്റവും കൂടുതലുള്ളത് താടി മീശയും വടിക്കുന്നവർക്കാണ്. താടിയുള്ളവർക്ക് മുഖക്കോട്ടം എന്ന അസുഖം കുറവാണ്. അത് സയൻസ് ആണ്. പക്ഷെ താടി വെക്കുന്നത് പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകന്മാരുടെ മുഴുവനും സുന്നത്താണ്. അപ്പൊ ഏതൊരു കാര്യം എടുത്തോ അതിലൊക്കെ മതം ഏറ്റവും ബെറ്റർ. അത് ദൈവികമായത് കൊണ്ടാണ്. കൈനകം മുറിക്കണം, ഗുഹ്യാവയവങ്ങളിൽ രോമം നീക്കണം, കുളിക്കണം, 5 നേരം പല്ല് തേക്കണം. ഈ അടുത്ത കാലത്ത് ആരോഗ്യശാസ്ത്രം പറയുന്നത് എന്താ? പല്ല് ശരിക്ക് തേക്കാത്തവർക്ക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, തീവ്രവാദിക്ക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാലിഫോർണിയയിലെ പുതിയ പഠനം. അതുകൊണ്ട് ഇസ്ലാം എന്ന പദം സമാധാനം, ആ മതത്തിന്റെ പേര് തന്നെ സമാധാനം. അപ്പൊ ഈ ഏറ്റവും അറ്റാക്ക് കുറയ യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചവർക്കാണ്. അറ്റാക്ക് ഏറ്റവും കുറവ് ലോകത്ത് യഥാർത്ഥ ഇസ്ലാമിനെ സ്വീകരിച്ചവർക്കുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, ആരോഗ്യപരമായ ഒരു പ്രശ്നമാണ്. പടച്ചോൻ വിളിക്കുമ്പോൾ അറ്റാക്കോ വേറെതോ നമ്മൾ പേര് പറയുന്നില്ല, അത് പോവും. അപ്പൊ ഇസ്ലാം ഏതൊരു കാര്യവും, വസ്ത്രം, ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ലളിതമായ മുസ്ലിങ്ങളിൽ ഇസ്ലാമിനെ ശരിക്കും അംഗീകരിച്ചവരെ കാണാം, അവരുടെ പേൻസ് ആകട്ടെ മുണ്ടാവട്ടെ നരിയാണിയുടെ മേലെയായിരിക്കും. പുരുഷന്റെ നരിയാണിയുടെ മേലെയായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം വളരെ പ്രധാനമാണ്. അവളുടെ വിരലും കാൽമടമ്പും ഒക്കെ സൗന്ദര്യത്തിന്റെ നിദാനമാണ്. ഒരു പെണ്ണ് പെരുവിരൽ മുതൽ ശിരസ് വരെ പെണ്ണാണ്. അതുകൊണ്ട് പെണ്ണ് സ്വീകരിക്കേണ്ട ഡ്രസ് കോഡ്, പുരുഷൻ സ്വീകരിക്കേണ്ട ഡ്രസ് കോഡ് രണ്ടും ഇസ്ലാം മനുഷ്യരെ കൃത്യമായി പഠിപ്പിച്ചു. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ പറഞ്ഞു. വീട്ടിൽ ധരിക്കാൻ ഇന്ന ഡ്രസ്സുകൾ, പുറത്തു പോകുമ്പോൾ ഇന്നത്, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്നത്. എന്തിനാത്?